നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസം മാത്രമാണ് ബാക്കി. 47% മുസ്ലിം വോട്ടർമാരാണുള്ളത്. 41% ഹിന്ദു വോട്ടർമാരും 12% ക്രിസ്ത്യൻ വോട്ടർമാരും. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ. നമുക്കറിയാം, ആര്യാടൻ മുഹമ്മദ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ദീർഘകാലം ഈ മണ്ഡലം അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു. പിന്നീട് രണ്ട് തവണയായിട്ട് അൻവർ അവിടെ മത്സരിച്ച് ജയിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ അൻവറിന് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ ഈ മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട്, ക്രിസ്ത്യൻ വോട്ട് ഇങ്ങനെ പരിശോധിച്ചാൽ BJP ക്രിസ്ത്യാനി സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. CPM ആകട്ടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു. കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു, ഒപ്പം അൻവർ. അപ്പോൾ ഈ എക്സിറ്റ് പോളുകാർക്ക് ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിധിയായിരിക്കും ഇത്. കാരണം ഇത് ആര് ജയിക്കുമെന്ന് ഒന്നും പറയാൻ കഴിയില്ല. അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള ഒരു വിജയ പരാജയങ്ങൾ. അൻവർ 10,000-ന് മുകളിൽ വോട്ട് പിടിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് പരിങ്ങലിലാകും. ക്രിസ്ത്യാനി ആയിട്ടുള്ള BJP സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഹിന്ദു വോട്ടർമാർ സ്വരാജിലേക്ക് വോട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലമ്പൂരിനെ ബാധിച്ചിരിക്കുകയാണ്. ആര്യാടൻ മുഹമ്മദിനും കൂടുതൽ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത് ഹിന്ദു വോട്ടർമാരായിരുന്നു. ലീഗ് അടക്കമുള്ളവർ ആർക്ക് പിന്തുണ കൊടുക്കും? അതോടൊപ്പം തന്നെ അൻവർ അവിടെ ഒരു തുറുപ്പ് ചീട്ടാകുമോ? ഏതായാലും ഇത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എങ്ങനെ വിലയിരുത്താം? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകത്തിന് വഴിയൊരുക്കുന്ന തരത്തിൽ പ്രചരണ കോലാഹലങ്ങൾ നിലമ്പൂരിനെ മാറ്റിമറിക്കുന്നു. അത് പക്ഷേ നിലമ്പൂരിനേക്കാൾ കൂടുതൽ പുറത്താണ് പ്രതിഫലിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് പന്നിക്കണി വെക്കുകയും അതിൽ ഒരു വിദ്യാർത്ഥി കുടുങ്ങി അയാൾ മരിക്കുകയും ചെയ്തു. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇലക്ഷൻ കാലത്തല്ലായിരുന്നു എങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു ജനങ്ങൾ വായിക്കുകയും അതേപോലെ തന്നെ അവർ വൈകാരികമായിട്ട് വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇലക്ഷൻ ആയ സമയത്ത് ഇലക്ഷനായിട്ട് കൂട്ടി കലർന്ന് അത് പ്രത്യേക രീതിയിൽ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ള ഉപകരണം പോലുമായിട്ട് ആ മരണം മാറി എന്നുള്ളതാണ്. അത് വളരെ മോശമായ കാര്യമാണ്. കാരണം മരണത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുകയും അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകളെ കുറ്റവാളികളായി കണ്ട് അവർക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്യുക, അതൊരിക്കലും രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴക്കാൻ പാടില്ല. പക്ഷേ അതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ബാഹ്യമായിട്ട് ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഉള്ള അതിൻ്റെ ഒരു പൊലിപ്പ് മാത്രമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ അണ്ടർ കറൻസാണ് യഥാർത്ഥത്തിൽ ആരായിരിക്കും അവിടുത്തെ വിജയം എന്ന് തീരുമാനിക്കുന്നത്. അടിയൊഴുക്കുകൾ അതത്ര വ്യക്തമായിട്ട് ആർക്കും പരിശോധിക്കാനായിട്ട് കഴിയില്ല. പരിശോധിക്കാനും വ്യക്തമാക്കാനും കഴിയാത്തതിൻ്റെ പേരിൽ തന്നെയാണ് അതിൻ്റെ പേര് അടിയൊഴുക്കുകൾ എന്ന് നിൽക്കുന്നത്. നമുക്കിവിടെ അറിയാം, ഇവിടെ ഇപ്പോൾ പറഞ്ഞു വിനോദ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, 47% മുസ്ലിം വോട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് നിലമ്പൂർ. ഇവിടെ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ആർക്ക് നേരേക്കായിരിക്കും കടന്നു ചെല്ലുക എന്ന് പറയുന്ന ഒരു അന്വേഷണം, സത്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് അവിടെ വലിയ പ്രസക്തിയില്ല എന്നാണ് അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണല്ലോ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത്. ഒരു വലിയ ഒരു സ്തൂപം പോലെ ഉയർന്നു നിൽക്കുന്ന കക്ഷിയാണ്. റെക്കോർഡാണ് ഇയാൾ സ്തൂപം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു അതാണ്. അങ്ങനെ അതിന് പകരം വെക്കുന്ന ഒരു പേര്. അതിപ്പോൾ പിന്നെ പുതിയ കാലത്ത് ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കും. അത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഫണ്ടുകളെല്ലാം പല ആൾക്കാർക്കൊക്കെ സൗജന്യം പോലെ കൊടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് അവരെയൊക്കെ ഇവരുടെ ഏറാമുളികളാക്കി മാറ്റുകയും അടിമകളാക്കി മാറ്റുകയും ചെയ്ത് അങ്ങനെ അവർക്ക് വോട്ട് കിട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ ഈ നാടുവാഴികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർ മാറുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ മരിക്കുമ്പോഴാണ് പുതിയ ആളെ നമുക്ക് അവിടെ പരീക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ് കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങേണ്ടിയും ചെയ്യുന്നത്. നമുക്കറിയാം, അതിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷേ ഇവിടെ ഈ മുസ്ലിം വോട്ടുകൾ മുസ്ലിങ്ങൾക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ കഥയില്ല. കാരണം മുസ്ലിം ലീഗ് ഈ ആര്യാടൻ മുഹമ്മദിനെ ശക്തമായിട്ട് എതിർത്തിരുന്നതാണ്. അവരെ എതിർത്ത് നിന്നിട്ടാണ് ആര്യാടൻ മുഹമ്മദ് എന്ത് ചെയ്യുന്നത്, ജയിച്ചുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ കോൺഗ്രസിനെ അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കിയേക്കണത് മുസ്ലിം ലീഗിനെ എതിർത്തിട്ടാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്.
വളരെ ശക്തമായിട്ട് അതിപ്പോഴും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ പ്രശ്നങ്ങൾ പലപ്പോഴും മുസ്ലിങ്ങൾക്കിടയിലുള്ള ജാതി ഭിന്നതകൾ അവിടെ നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ വരും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുമാത്രമല്ല, ഈ അൻവറിൻ്റെ അപ്പൂപ്പനും ഈ ആര്യാടൻ്റെ അപ്പൂപ്പനും ഒക്കെ ശത്രുക്കളായിരുന്നു. അതുകൊണ്ടാണ് ഈ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ, അതായത് കുടിപ്പക അത് ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിനോ അൻവറിനോ തീർക്കാൻ പറ്റുന്ന കുടിപ്പകയല്ല. അല്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ശക്തമായി ചെകുത്താൻ എന്ന രീതിയിൽ പറയുന്നത്. ഈ എന്താണ് ഒരു ഗോത്രവർഗ സംഘർഷത്തിന്റെ അവശിഷ്ടമായിട്ട് ഇങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത്. കാരണം നല്ല മുസ്ലിങ്ങളും അതേപോലെ തന്നെ പാർശ്വവൽകൃത മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധം എന്ന് വെച്ചാൽ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും തമ്മിലുള്ള പ്രശ്നം എപ്പോഴും അവിടെ രൂക്ഷമാണ്. അത് മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അത് പ്രതിഫലിപ്പിക്കും. അത് പ്രതിഫലിപ്പിക്കുന്നതിൻ്റെ ചാലകശക്തി അൻവറാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പാർശ്വവൽകൃതമായിട്ടുള്ള മുസ്ലിങ്ങളുടെ സംരക്ഷകനായി മാറി. അതുകൊണ്ട് അൻവർ എത്രമാത്രം വോട്ട് പിടിച്ചുകൊണ്ട് പോകും എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. UDFിൻ്റെ ഇതിലുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിഴക്കുന്നത് അങ്ങനെയാണ്. കാരണം UDFിന് ഏറ്റവും നല്ലൊരു അവസരമാണ് ലഭ്യമായി. ഭരണകക്ഷിയെ അല്ലെങ്കിൽ CPMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അടിച്ച് തല തകർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അൻവർ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ അൻവറിനൊപ്പം നിന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒപ്പം നിർത്തിയാൽ മാത്രമാണ് അത് പ്രയോഗിക്കാനായിട്ട് കഴിയുമായിരുന്നത്. പക്ഷേ അത് എന്തുകൊണ്ട് ഇവർക്ക് നിർത്താൻ പറ്റാതെ പോവുകയും അങ്ങനെ അൻവർ അപ്പുറത്ത് മാറിയെന്ന് അൻവറിൻ്റെ ശക്തി തെളിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇപ്പം അൻവർ എന്തായാലും ഇപ്പോൾ നമുക്കറിയാം, ഒരു 10 വർഷമായിട്ട് 9 വർഷമായിട്ട് അയാൾ MLA ആണല്ലോ. അതിക്ക് മുമ്പും ഒറ്റക്കൊക്കെ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ശ്രമിക്കുകയും മത്സരിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്ത ഒരാളാണ്. എന്നുവെച്ചാൽ രാഷ്ട്രീയം അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരാളാണ് അൻവർ എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. പലരും പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അൻവർ ബിഗ് സീറോ, അൻവർ അപ്രസക്തൻ. അങ്ങനെ ആകണം എന്നില്ല. കാരണം അൻവർ ഇത്രയൊക്കെ ഉള്ളൂ. ആ അൻവർ അത്രയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇനി നേരത്തെ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇനിയും ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു 10,000 വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണുന്നത് 10-15 വോട്ടുകൾ. ഈ 15 ചെറിയ വോട്ടല്ല. 15 വോട്ടൊക്കെ അയാൾ പിടിച്ചാൽ 10,000 പ്ലസ് വോട്ടാണ് എങ്കിൽ അത് UDFിനെയാണ് ബാധിക്കുക എന്നാണ് പലപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കാരണം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പാർശ്വവൽകൃതരായ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ ലോ ലെവലിൽ താമസിക്കുന്ന, സാമ്പത്തികമായിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിൻ്റെ വോട്ട് ചിലപ്പോൾ അൻവർ തൂക്കിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിനെതിരായ ഒരു പരാമർശം, പാഠമൊന്നൊരു വിലാപം എന്ന സിനിമയിൽ അതൊക്കെ പക്ഷേ രണ്ടുപേർക്ക് ഇപ്പോൾ അയാൾക്ക് മാത്രമല്ല, അയാൾ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് അവിടെ നിലനിന്നിരുന്ന ഈ എന്താണ് അറബി കല്യാണം പോലെയുള്ള അല്ല, അതിനെ മുസ്ലിം വിരുദ്ധമാക്കിയിട്ടാണ് അൻവർ ചിത്രീകരിച്ചത്. അതെ, ആ സാധനം അത് ആണ് എതിർക്കാൻ വേണ്ടിയിട്ട്, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ സിനിമയും ആശയമൊക്കെ കൊണ്ടുവരുന്നത്. നല്ല കാര്യമാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ നന്മ ചെയ്യുന്നത് തിന്മയായിട്ട് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാളിങ്ങനെ നല്ലൊരു കാര്യം ചെയ്തു, പക്ഷേ അത് അയാൾക്കെതിരായിട്ട് വരികയാണ് ചെയ്തത്. ഇപ്പുറത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വരാജിനെതിരെയും അത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ എന്താണ് ഹിന്ദു ബേസ്ഡായിട്ടുള്ള ആളുകൾ വെക്കുന്നുണ്ട്. ശബരിമലയിൽ ശബരിമല പ്രക്ഷോഭകാലത്ത് എങ്ങനെയാണ് ഇയാൾ ശാസ്താവിനെ കണ്ടത്, മാളികപ്പുറത്തെ കണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൽ ഇയാളെ കളിയാക്കാനായിട്ട് പറ്റുക, അപഹസിക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങൾ അവരന്വേഷിക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു ഘട്ടത്തിൽ യുദ്ധവിരുദ്ധമായ ഒരു മനോഭാവം എടുത്ത സമയത്ത് അതും അൻവറിനെതിരായിട്ട് വരികയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ മനോഭാവമുള്ളവനാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു പ്രചരണം. ഇതൊക്കെ എല്ലാ ബാധിക്കും എന്നുള്ളത് ഇതൊക്കെ പ്രചരണങ്ങളാണ്. ആ പ്രചരണങ്ങൾ അത് തന്നെയാണ് ഷൗക്കത്തിൻ്റെ പ്രശ്നം. ഷൗക്കത്ത് പുരോഗമനപരമായിട്ടുള്ള നിലപാടത്ത് ഇവന് മുസ്ലിം വിരുദ്ധനായിട്ടുള്ള പ്രഖ്യാപനം അവിടെ. ഇതൊക്കെ എങ്ങനെയാണ് വോട്ടർമാരെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ കാത്തിരുന്നേ നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.